മനുഷ്യ നാഗരികതയുടെ ഏറ്റവും പുരാതനമായ ചില അവശേഷിപ്പുകൾ ലഭിച്ച രാജ്യമാണ് പണ്ട് പേർഷ്യ എന്നറിയപ്പെടുന്ന ഇറാൻ എന്ന് നിങ്ങൾക്കറിയാമോ? BC 7000 മുതൽ ഇറാനികൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നതായി തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഇറാൻ എന്ന് കേൾക്കുമ്പോൾ മുഴുവൻ മരുഭൂമിയും മണലുമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ രാജ്യത്തിന് മനോഹരമായ പർവ്വത നിരകളും സമൃദ്ധമായ വനങ്ങളുമുണ്ട്. പേർഷ്യൻ ഗൾഫിലെയും കാസ്പിയൻ കടലിലെ അതിശയകരമായ തീരപ്രദേശത്തിന് പേരുകേട്ടതാണ് ഇറാൻ. ഇറാൻ സംസ്കാരത്താലും അവിശ്വസനീയമാംവിധം വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാലും സമ്പന്നമാണ്. മാത്രമല്ല, പുരാതന നഗരമായ പെർസപ്പോളിസ്, ആർഗിബാം, സിറ്റാഡൽ തുടങ്ങിയ നിരവധി യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളുടെ ആസ്ഥാനം കൂടിയാണ് ഇറാൻ. യുദ്ധം, മതം, കല, സംസ്കാരം എന്നിവ നിറഞ്ഞ ഈ പുരാതന ഭൂമിക്ക് ദീർഘവും രസകരവുമായ ചരിത്രവുമുണ്ട്. 6000 വർഷത്തിലേറെയായി ജനവാസമുള്ള അതിൻ്റെ തലസ്ഥാന നഗരമായ ടെഹ്റാൻ ഒരു കാലത്ത് ഇന്ത്യ മുതൽ ഈജിപ്റ്റ് വരെയുള്ള ഒരു സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായിരുന്നു. എന്നാൽ ഈ രാജ്യം അതിൻ്റെ പുരാതന ചരിത്രത്തെക്കാൾ വളരെ വളരെ വലുതാണ്. ഊർജ്ജസ്വലമായ ഒരു കലാരംഗം, കുതിച്ചുയരുന്ന സമ്പദ്വ്യവസ്ഥ, ലോകത്തിലെ ഏറ്റവും അതിശയകരമായ ചില പ്രകൃതി ദൃശ്യങ്ങളോടെ മിഡിൽ ഈസ്റ്റിലെ ഒരു ആധുനിക ശക്തി കേന്ദ്രം കൂടിയാണ് ഇറാൻ. വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യ, തിരക്കേറിയ ബസാറുകൾ, സ്വാദിഷ്ടമായ പാചകരീതികൾ എന്നിവയാൽ നിറഞ്ഞ ഊർജ്ജസ്വലമായ നഗരങ്ങളും ഈ രാജ്യത്തിനുണ്ട്. ഊർജ്ജസ്വലമായ പൂന്തോട്ടങ്ങൾ മുതൽ വിസ്മയിപ്പിക്കുന്ന ആധുനിക ആർട്ട് ഗാലറികൾ വരെ ഇറാനിൽ എല്ലാവർക്കുമായി ചിലതുണ്ട്. എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പേർഷ്യ അഥവാ ഇറാൻ എന്ന് വിളിക്കുന്ന ഈ മാന്ത്രിക രാജ്യത്തെ ഇത്രമാത്രം സവിശേഷമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുവഴി ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടങ്ങാം. ഇറാന്റെ ഔദ്യോഗിക നാമം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ്. 1979 രാജവാഴ്ചയെ അട്ടിമറിച്ചതിന് ശേഷമാണ് ഈ ഔദ്യോഗിക നാമം സ്വീകരിക്കപ്പെട്ടത്. അവിടെ നിന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള മതപുരോഹിതന്മാർ രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കുകയും രാജ്യത്തെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഇറാൻ ഒരു അറബ് രാജ്യമല്ല, ഇറാനികൾ പേർഷ്യക്കാരാണ്. പലരുടെയും ഒരു തെറ്റായ ധാരണയാണ് ഇറാൻ ഒരു അറബ് രാജ്യമാണ് എന്ന്. മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളും അറബി സംസാരിക്കുന്നു, എന്നാൽ ഇറാനികൾ അറബി സംസാരിക്കുന്നില്ല. അവർ പേർഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത്. പേർഷ്യക്കാരുടെ ഭാഷ ഫാഴ്സി എന്നും അറിയപ്പെടുന്നു. ഇറാനിയന്മാരിൽ 61% പേർഷ്യന്മാരാണ്. അതേസമയം രാജ്യത്തെ ബാക്കി ജനസംഖ്യയിൽ അസറീസ്, കുർദുകൾ, ലോർസ്, അറബികൾ, ബലൂച്ചികൾ, മറ്റ് വംശീയ വിഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വലിപ്പം കാരണം ഇറാനിലെ കാലാവസ്ഥ ഭൂമിശാസ്ത്രത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാസ്പിയൻ കടൽ തീരത്ത് കാലാവസ്ഥ സാധാരണയായി മഴയോടൊപ്പം തണുപ്പാണ്. അതേസമയം രാജ്യത്തിന്റെ തെക്കൻ പ്രദേശം താരതമ്യേന ചൂടും വരണ്ടതുമാണ്. ഇറാന്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ദമാവന്ത് പർവ്വതത്തിന്റെ കൊടുമുടിയാണ്. 18,605 അടി ഉയരത്തിൽ എർബൽസ് പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഇറാനിലെ ദമാവന്ത്. ഇറാനിയൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും പേർഷ്യക്കാരാണ്. ഇറാനിലെ ജനസംഖ്യയുടെ 61% വരുന്ന പേർഷ്യക്കാരാണ് രാജ്യത്തെ ഏറ്റവും വലിയ ജനസംഖ്യാ വിഭാഗം. അസറി 16%, കുർദ് 10%, ലൂർ 6% എന്നിങ്ങനെയാണ് ആ കണക്ക്. ബാക്കി വരുന്ന 2%-ൽ ബലൂച്ച്, അറബ്, തുർക്ക്മൻ, തുർക്കിക് എന്നിവരും മറ്റു ന്യൂനപക്ഷങ്ങൾ ബാക്കി 1%-മാണ്. ഇറാനിലെ പുതിയ ഭരണകൂടം കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നതിന് പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്തു. ടെലിവിഷനുകളുടെയും വാഹനങ്ങളുടെയും വിതരണവും ഓരോ തലയ്ക്ക് നൽകുന്ന ഭക്ഷണവും ഇറാനിയൻ സർക്കാർ നൽകുന്ന ഓഫറുകളിൽ ഉൾപ്പെടുന്നു. ഈ പ്രോത്സാഹനങ്ങളിലൂടെ അവർ വലിയ കുടുംബങ്ങളെ കൂടുതൽ ആകർഷകമാക്കി. എന്നിരുന്നാലും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ ബേബി ബൂമിങ്ങിന്റെ വളർച്ചയെക്കുറിച്ചുള്ള നേതാക്കളുടെ ഭയം നിമിത്തം 1988 ഈ പരിപാടി അവസാനിപ്പിച്ചു. ഇറാൻ ഇടയ്ക്കിടയ്ക്കുള്ളതും അക്രമാസക്തവുമായ ഭൂകമ്പങ്ങൾക്ക് വിധേയമാണ്.
20-ാം നൂറ്റാണ്ടിലെ രേഖകൾ വെളിപ്പെടുത്തുന്നത് രാജ്യത്ത് കുറഞ്ഞത് 7.0 അല്ലെങ്കിൽ അതിൽ ഉയർന്ന തോതിലുള്ള ഒരു ഡസനോളം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുകയും നിർഭാഗ്യവശാൽ നിരവധി പേരുടെ ജീവൻ അപഹരിക്കപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നദി മാത്രമാണ് ഇറാനിലുള്ളത്. ഇറാനിൽ 8 പ്രധാന നദികളുണ്ട്. എന്നാൽ കരുൺ നദിയിൽ മാത്രമേ ബോട്ടുകൾക്ക് പ്രവേശനമുള്ളൂ, അതും ചെറിയ ദൂരത്തേക്ക് മാത്രം. ലോകത്തിലെ എണ്ണ ശേഖരത്തിന്റെ 10% ഇറാന്റെ കൈവശമാണ്. ഇറാന്റെ എല്ലാ എണ്ണ ശേഖരവും ഏതാണ്ട് 125 ബില്യൺ ബാരൽ എണ്ണയ്ക്ക് തുല്യമാണ്. അതേസമയം ലോകത്തിലെ എണ്ണ ശേഖരത്തിന്റെ 60% ഇറാന്റെ സമീപത്തുള്ള പേർഷ്യൻ ഗൾഫിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴയ തുടർച്ചയായ നാഗരികതകളിൽ ഒന്നാണ് ഇറാൻ. BC 4000-ഓളം പഴക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളുടെയും നാഗരികതയുടെയും ആസ്ഥാനമാണ് ഇറാൻ. ഇത് ലോകത്തിലെ ഏറ്റവും പഴയ തുടർച്ചയായ നാഗരികതകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ള രാജ്യമാണ് ഇറാൻ. അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും പ്രക്ഷുബ്ധതയിൽ നിന്ന് ഏകദേശം 1 ദശലക്ഷം അഭയാർത്ഥികൾ ഇറാനിലേക്ക് പലായനം ചെയ്തു. അവരിൽ ഭൂരിഭാഗവും കുടിയേറ്റ തൊഴിലാളികളാണ്. അവർ ഇറാനിലെ നഗര വിസ്തൃതിയിൽ കുറഞ്ഞ വേതനത്തിന് പകരമായി ജോലി ചെയ്യാൻ തയ്യാറാണ്. ഇറാന്റെ ജലവിതരണ സംവിധാനം ഗാനത്ത് അല്ലെങ്കിൽ കാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പുരാതന കാലം മുതൽ കാനറ്റ് സമ്പ്രദായത്തിൽ ഭൂഗർഭ ജലശേഖരണം ഉൾപ്പെടുന്നു. അത് പിന്നീട് തുരങ്കങ്ങളിലൂടെ നീങ്ങി ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തും. പുരാതന കാലം മുതലുള്ള സംവിധാനം നേരിട്ട് കാണാൻ ഒരുപാട് പേർ എത്തിച്ചേരാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാൻ 18-ാം സ്ഥാനത്താണ്. 16,48,195 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇറാൻ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ പട്ടികയിൽ 18-ാം സ്ഥാനത്താണ്. അതേസമയം ഇറാൻ അലാസ്കയേക്കാൾ അല്പം ചെറുതാണ്. ഈബേയുടെ സ്ഥാപകനായ പിയറി ഒമിദ്യാർ ഇറാനിയനാണ്. ഇന്റർനെറ്റിലെ ഏറ്റവും പഴക്കമേറിയതും വിജയകരവുമായ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ ഒന്നായ ഈബേയുടെ സ്ഥാപകൻ പിയറി ഒമിദ്യാർ ഇറാനിയനാണ്. കൂടാതെ പ്രശസ്തരായ മറ്റു ചില ഇറാനിയക്കാരാണ് വാർത്താവതാരക ക്രിസ്റ്റ്യൻ അമർപൂർ, ഗുസ്തി ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് മാറ്റ് ഗഫാരി, എക്സ്പീഡിയ ഇൻകോർപ്പറേഷൻ പ്രസിഡന്റും സിഒയുമായ ദാര ഗോസ്രഷാഹി, മുൻ ഗൂഗിൾ SVP ഒമിത് കോർഡസ്ഥാനി എന്നിവർ.